ഹായ് ഗൈസ്, വൈകുന്നേര സമയത്ത് നമ്മുടെ മുറ്റത്തും പാടത്തും പറമ്പിലൊക്കെ ഇതേപോലെ നടക്കുമ്പോൾ കിട്ടുന്ന ഒരു ഹാപ്പിനെസ് ഉണ്ട് അല്ലേ. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ചെറിയ മഴ പെയ്യാൻ പോകണം, ഒരു വലിയ മഴ കഴിഞ്ഞിട്ട് അടുത്തൊരു ചെറിയ മഴ പെയ്യാൻ പോകട്ടെ. ചെറിയ ഇളം കാറ്റും ചെറിയ തുള്ളിയായിട്ട് ചെറിയ ചെറിയ മഴയൊക്കെ പെയ്യാൻ തുടങ്ങുന്നുണ്ട് കേട്ടോ ഗൈസ്. ഇതേപോലെയുള്ള സമയത്ത് ഇതേപോലെ ഇങ്ങനെയൊക്കെ നടക്കുമ്പോൾ ഞാൻ രാവിലെയും വൈകിട്ടും ഇതേപോലെയൊക്കെ നടക്കാറുള്ള ആളാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ നടക്കുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഒരാൾ മിസ് ചെയ്യാറുണ്ട്. ആരാണെന്ന് ഗൈസ്, എനിക്കൊരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ടായിരുന്നു കേട്ടോ. എനിക്കൊരു ഇൻറ്റിമേറ്റ് ഫ്രണ്ട് ഉണ്ടായിരുന്നു. ആ ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു വർഷമാവാൻ പോകണം ഗൈസ്, പ്രവാസി ലൈഫിലേക്ക് പോയിട്ട്. ആളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര അടിപൊളിയാണ് കേട്ടോ. അതായത് ഒരു ദിവസം 24 മണിക്കൂറുണ്ടെങ്കിൽ അതിൽ 20 മണിക്കൂറും എൻഗേജ്ഡ് ആവുന്ന ഒരാളെ നമ്മൾ മിക്കവരും കണ്ടിട്ടുണ്ടാവില്ല. പക്ഷേ ആളെന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് കേട്ടോ. നാട് വീട് ഭയങ്കര ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള ഒരാളായിരുന്നു. ആ ആളിപ്പോൾ ഒരു പ്രവാസി ലൈഫിലേക്ക് പോയതിൽ പിന്നെ ആൾ ഭയങ്കര മൂഡ് ഓഫ് ആണെന്ന് പറയാം കേട്ടോ. ആളെ ഭയങ്കരമായിട്ട് ക്ഷീണിച്ച് മെലിഞ്ഞ് ആളുടെ ഹാപ്പിനെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ആളുടെ നാടും വീടും ആയിരുന്നു ആളുടെ ഏറ്റവും വലിയ ഹാപ്പിനെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഡെയിലി 4 നേരം ചായ കുടിക്കാൻ പോവുക, ഐസ്ക്രീം കഴിക്കാൻ പോവുക, ആരും ഇല്ലെങ്കിലും ഫ്രണ്ട്സ് ഇല്ലെങ്കിൽ കൂടി തനിയെ ഫുഡ് കഴിക്കാൻ പോവുക, വിടാതെ എല്ലാ സിനിമയ്ക്ക് പോവുക, എന്തിന് വീടും പറമ്പും ഒക്കെ നനച്ചും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഏർപ്പെട്ട് സ്വന്തം ലൈഫ് അടിപൊളിയായിട്ട് അടിച്ച് പൊളിച്ച് നടന്ന ആൾ ഇപ്പോൾ പ്രവാസി ലൈഫ് നയിക്കാൻ കേട്ടോ. എനിക്ക് ഒരുപാട് ഫ്രണ്ട്സ് എൻ്റെ പ്രവാസികളായിട്ടുള്ള കൂട്ടുകാരുണ്ടെങ്കിലും ഇതുവരെ ഞാൻ പ്രവാസി ലൈഫിനെ പറ്റി ഇതുവരെ ഞാൻ മനസ്സിലാക്കിയിരുന്നില്ല. എനിക്കും വിദേശ രാജ്യമൊക്കെ സ്വപ്നം കണ്ട്, അല്ലെങ്കിൽ എനിക്കും വിദേശത്ത് നമ്മുടെ ദുബായിലൊക്കെ പോയി ജോലി ചെയ്യാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷേ എൻ്റെ ഈ ഒരു ഫ്രണ്ട് ദുബായിൽ പോയതിൽ പിന്നെ എനിക്ക് ദുബായ് ലൈഫിൽ പോയി പെടണം എന്ന ആഗ്രഹം. എൻ്റെ ആ ഒരു ഫ്രണ്ടിനെ പറ്റി ആലോചിക്കുമ്പോൾ ഞാൻ എപ്പോഴും ആലോചിക്കാറുള്ള കാര്യമാണ്, എന്തിനാണ് ഈ പ്രവാസികൾ ഇങ്ങനെ നാടും വീടൊക്കെ വിട്ടിങ്ങനെ ഇത്രയും ദൂരെ പോയി ഇങ്ങനെ കഷ്ടപ്പെടുന്നത്. അവരുടെ നല്ല പ്രായങ്ങളിൽ അധികവും അവർ ഭാര്യേനെ, അമ്മേനെ, മക്കളെ, സഹോദരങ്ങളെയും അച്ഛനെയും ഒക്കെ ഉപേക്ഷിച്ച് സ്വന്തം നാടും ഹാപ്പിനെസ്സൊക്കെ ഉപേക്ഷിച്ച് എവിടെയോ പോയി ജോലി ചെയ്ത് കുറേ പൈസ ഉണ്ടാക്കി അവരുടെ നല്ല പ്രായത്തിൻ്റെ അവശേഷിപ്പുകളെല്ലാം കഴിഞ്ഞ ശേഷമാണല്ലോ അവർ തിരിച്ചു വരുന്നത്. അവർക്ക് മിസ് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കണ്ട ഒരു ദുബായ് ലൈഫ് അല്ല യഥാർത്ഥത്തിലുള്ള ദുബായ് ലൈഫ് എന്ന് മനസ്സിലാക്കാനായിട്ട് എനിക്ക് എൻ്റെ ഈ ഒരു ബെസ്റ്റ് ഫ്രണ്ട് പുറത്ത് വേണ്ടി വന്നു. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കണ്ട ഒരു ലൈഫേ അല്ല കേട്ടോ ദുബായ് എന്ന് പറയുന്നത്. കാരണം ദുബായിൽ ഇപ്പോൾ ഒരുപാട് പേര് ലക്ഷറി ആയിട്ട് ജീവിക്കുന്നുണ്ട് അല്ലേ. ഡെയിലി പോകുന്നു വരുന്നു, പ്രത്യേകിച്ച് ജോലിയൊന്നും ഇല്ലെങ്കിൽ എക്സാമ്പിളൊക്കെ പറയുകയാണെങ്കിൽ ട്രാൻസ്ജെൻഡേഴ്സ് എന്നൊക്കെ അവർക്കൊക്കെ സ്വന്തമായിട്ട് ദുബായിലൊരു ഫ്ലാറ്റ് അപ്പാർട്ട്മെൻറ്റ് വരെയുണ്ട്. പക്ഷേ ഒരുപാട് കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ കുറേ സ്വപ്നങ്ങളൊക്കെ ആയിട്ട് ജോലി ചെയ്യാനായിട്ട് ദുബായിലേക്ക് എത്തിച്ചേരുന്ന ഒരുപാട് പേരുണ്ട്. അവർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തം എന്ന് പറയാനായിട്ട് ഒരൊറ്റ ബെഡ് മാത്രമേ ഉള്ളൂ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വിഷമം തോന്നാറുണ്ട് കേട്ടോ എൻ്റെ ആ ഒരു ഫ്രണ്ടിനെ പറ്റിയൊക്കെ ആലോചിക്കുമ്പോൾ. കാരണം ആളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇതുപോലായി ഒരുപാട് വിഷമിക്കുന്നുണ്ട്. പുള്ളിക്ക് എങ്ങനെയെങ്കിലും അടുത്ത വണ്ടിക്ക് കയറി എൻ്റെ നാട്ടിലെത്തിയാലെന്ന് ഒരുപാട് വട്ടം എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഞാനും അത് ആലോചിക്കാറുണ്ട്, എന്തിനായി പ്രവാസികൾ സ്വന്തം ഒരു മനുഷ്യന് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സന്തോഷമുള്ള ഒരു ലൈഫാണല്ലേ. പക്ഷേ സന്തോഷത്തിന് പൈസയും ആവശ്യമാണ്, സത്യമാണ്. പക്ഷേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പ്രവാസികളെ സത്യം പറഞ്ഞാൽ സമ്മതിക്കാതിരിക്കാൻ പറ്റില്ല. എല്ലാ സുഖങ്ങളും സന്തോഷങ്ങളും ഒക്കെ മിസ് ചെയ്തിട്ടാണ് അവർ